നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. സ്കൂൾ അറ്റ് 9 AM. ഞാൻ സ്കൂളിൽ രാവിലെ 9 മണിക്ക് എത്തും. ഐ വിൽ റീച്ച് എന്ന് പറയുമ്പോൾ എത്തും. ഫ്യൂച്ചർ ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് വിൽ ഉപയോഗിക്കുന്നത്. ഐ റീച്ച്ഡ് സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തി. ഇപ്പോൾ എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഐ റീച്ച്ഡ് സ്കൂൾ. ഐ ഹാഡ് റീച്ച്ഡ് സ്കൂൾ ഈവൻ ബിഫോർ ദ സ്കൂൾ സ്റ്റാർട്ട്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്കൂളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഐ ഹാഡ് റീച്ച്ഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഈവൻ ബിഫോർ ദ സ്കൂൾ സ്റ്റാർട്ട്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ സ്കൂളിലെത്തി എന്ന് പറയുന്നതിനാണ് ഐ ഹാഡ് റീച്ച്ഡ് സ്കൂൾ. എത്തിയിരുന്നു എന്ന് പറയുന്നത്. എത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ സ്കൂളിലെത്തി എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അവർ സ്കൂൾ സ്റ്റാർട്ട്സ് വെൻ ദ സ്കൂൾ ബെൽ റിങ്സ്. സ്കൂൾ ബെൽ അടിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നോക്കാം. വെൻ ദ സ്കൂൾ ബെൽ is struck, all the children enter the class. ഇവിടെ സ്ട്രക്ക് എന്ന് പറയുന്നത് ബെല്ലി സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബെൽ അടിക്കുമ്പോൾ ഓൾ ദ ചിൽഡ്രൻ ക്ലാസ്സിലേക്ക് കയറുന്നു. ക്ലാസ്സിൽ കയറുന്നു. എൻ്റർ ദ ക്ലാസ്. ക്ലാസ് കയറിയിരിക്കുന്നു. അതാണ് ക്ലാസ്സിൽ കയറുന്നു. എൻ്റർ ദ ക്ലാസ്. ക്ലാസ് കയറുന്നു. ഇനി ടീച്ചേഴ്സ് കം ടു ക്ലാസ് ആൻഡ് ടേക്ക് അറ്റൻഡൻസ്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് എടുക്കുന്നു. ടീച്ചേഴ്സ് ഇൻ സ്കൂൾ. ടീച്ചേഴ്സ് ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ക്ലാസ് ടീച്ചർ ടീച്ചേഴ്സ് us ഇംഗ്ലീഷ്. ക്ലാസ് ടീച്ചർ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇൻ സ്കൂൾ ബി ലേൺ വാട്ട് അവർ ടീച്ചേഴ്സ് ടീച്ച്. സ്കൂളിൽ വെച്ച് ഞങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് പഠിക്കുന്നു. ലേൺ സ്റ്റഡി ഓർ ലേൺ. ഇൻ സ്കൂൾ ബി ലേൺ വാട്ട് അവർ ടീച്ചേഴ്സ് ടീച്ച്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ പഠിക്കുന്നു എന്നതാണ്. സ്കൂളിൽ വെച്ച് ഞങ്ങൾ ടീച്ചേഴ്സ് പഠിക്കുന്നു. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.